ഞാനൊരു ഒരു 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 കുട്ടിയുടെ അനുഭവം നിങ്ങളോട് പറയട്ടെ. എനിക്ക് ആ കുട്ടിയെ പരിചയമുണ്ട്. അവനൊരു മണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവൻ, ഒന്നും പഠിക്കില്ലവൻ, മന്ദബുദ്ധി, മണ്ടൻ. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അവന് ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറ് ഒരു പരീക്ഷ നടത്തി എന്റെ പേപ്പർ കൊടുക്കാൻ വന്നേ. ഈ ആൻസർ പേപ്പർ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ മാഷ് ഇങ്ങനെ പരതി ഈ കുട്ടിയെ ചൂണ്ടി ഇങ്ങോട്ട് വന്നിടാന്ന് പറഞ്ഞു. അവനൊന്നും അറിഞ്ഞില്ല. അവൻ എണീറ്റ് ചെന്നു. ഈ ബോർഡിന്റെ കീഴിലോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അവൻ മാറി നിന്നു. ഒന്നും മനസ്സിലാവണില്ല എന്താ കാര്യമെന്ന്. ക്ലാസ്സിൽ ബാക്കി ഉണ്ടായിരുന്ന 39 കുട്ടികളോട് മാഷ് ചോദിച്ചു, നിങ്ങൾ കഴുതയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സാറെന്ന് പറഞ്ഞു. ഈ നിൽക്കുന്ന സാധനമാണ് കഴുത, മരക്കഴുത. എന്നിട്ട് അവന്റെ ആൻസർ പേപ്പർ എടുത്ത് കാണിച്ചു. 0, ബിഗ് 0. വിളിക്കണോ? എല്ലാവരും വിളിക്കുവനെ കഴുതേന്ന് നീട്ടി വിളിക്കാൻ പറഞ്ഞു. പിള്ളേർക്ക് രസമല്ലേ? കഴുതേന്ന് നീട്ടി വിളിച്ചു. ഈ നിൽക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് വായിച്ചു. അവന്റെ നെഞ്ച് വിങ്ങി. വിളിയേക്കടാന്ന് പറഞ്ഞു. മിണ്ടാതെന്ന്. വിളിയേക്കടാന്ന് പറഞ്ഞു. എന്തോന്ന് വിളി കേട്ടു. വീണ്ടും വിളിക്കാൻ പറഞ്ഞു. കഴുതേന്ന് നീട്ടി വിളിച്ചു. വിളിയേക്കടാന്ന് പറഞ്ഞു. എന്തോന്ന് വിളി കേട്ടു. 3 പ്രാവശ്യം വിളിപ്പിച്ചു. അവന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. വാതിക്ക് ഇറങ്ങി നിൽക്കടാന്ന് പറഞ്ഞു. 0 മാർക്ക് മേടിച്ച അവന് കഴിവില്ല ഞെട്ടാ, പാവം കുട്ടി. അവൻ ആ വാതിക്ക് ഇറങ്ങി നിറഞ്ഞ കണ്ണോടെ നിന്ന് ആ ക്ലാസ് തീരുന്നത് വരെ 45 മിനിറ്റ്. ആ സ്കൂളിൽ 8, 9, 10, 3 ക്ലാസ് കഴിയുന്നത് വരെ ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾ അവനെ നീട്ടി വിളിക്കും. കഴുതേന്ന്. അപ്പോഴൊക്കെ വിളി കേൾക്കണം. ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് വായിച്ച്. എന്തുമാത്രം അവൻ തകർക്കപ്പെട്ടു, എന്തുമാത്രം അവൻ നിന്ദിക്കപ്പെട്ടു, എന്തുമാത്രം അവൻ ചവിട്ടപ്പെട്ടു, എന്തുമാത്രം അവൻ മനസ്സിടിഞ്ഞുപോയി, എന്തുമാത്രം അവൻ നൊമ്പരപ്പെട്ടു. ഒറ്റയ്ക്ക് കുത്തിയിരുന്ന മരത്തിന്റെ കീഴിൽ കരഞ്ഞ ദിവസങ്ങളുണ്ടവൻ. ആ കഴുതയെ ഇപ്പോ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ആ കുട്ടിയെ നിങ്ങൾ അറിയും. ഈ നിൽക്കുന്ന അച്ഛനാണ്. അതെ, മണ്ടനെ മാണിക്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ അധ്യാപകൻ നിന്ദിച്ച് ബോർഡിന്റെ കീഴിൽ നിർത്തി കഴുതയെന്ന് നീട്ടി വിളിപ്പിച്ചിട്ട് വിളി കേൾക്കാൻ പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളി കേട്ട കഴുത ഈ നിൽക്കുന്നയാളാ. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, മണ്ടനെ മാണിക്യമാക്കുന്നൊരു ദൈവമുണ്ട്. ആർക്കും വേണ്ടാത്തതിനെ നെഞ്ചിലേറ്റുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ ദൈവമാണ്. ഞാൻ വീണ്ടും പറയുന്നു, അച്ഛൻ ഇന്ന് പ്രസംഗിച്ചതും രുചിച്ചറിഞ്ഞ കർത്താവിനെയാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിക്കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, 14 വർഷത്തിന് ശേഷം ഈ അധ്യാപകനുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ദൈവം സന്ദർഭം തന്നു. വളരെ യാദൃശ്ചികമായി ഞാൻ വയനാട്ടിൽ ചെന്നുപെട്ടതാണ്. എനിക്ക് ആ യാത്ര ഉദ്ദേശത്തിലില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്റെ ഇളയ ബ്രദർ, അവന് വലിയ ക്ലബിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. ഒരു വാർഷിക യോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യ നായകനെ അന്ന് സാംസ്കാരിക പ്രഭാഷണം നടത്താൻ ക്ഷണിച്ചിരിക്കുന്നു. മീറ്റിംഗ് 5 മണിക്ക് തുടങ്ങും. 4 മണിക്ക് ഇയാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, മിസ്റ്റർ മാത്യു, സോറി, എനിക്ക് വരാൻ പറ്റില്ല. ഫ്രിങ്കിളിന്റെ കഥ പറഞ്ഞതുപോലെ വരാൻ പറ്റില്ല, നീ പകരം ക്രമീകരണം. അവനങ്ങ് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ടോണ്ടാണ് ഞാൻ ചെല്ലുന്നത്. എന്തിനാ കരയണത്? എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്നെ എല്ലാവരും കൂടെ കൊല്ലും. 10,000-2000 പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്, ഞാനെന്താ ചെയ്യണേ? ആരാ ഈ സാംസ്കാരിക മീറ്റിംഗ് പ്രസംഗിക്കുക? വയനാട്ടിൽ അങ്ങനെ ഒരു മനുഷ്യനില്ല. എനിക്ക് അന്നേരം നല്ല ചിരിയാ വന്നത്. ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യ, ഈ അച്ഛനൊരു ദൈവകൃപയാൽ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയമൊഴികെ ലോകത്തുള്ള ഏത് ടോപ്പിക്കും പ്രസംഗിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അത് ദൈവത്തിന്റെ കൃപയാ. കുറച്ച് സമയം തന്നാൽ മതി. ഇന്ന വിഷയത്തെക്കുറിച്ച് അച്ഛൻ ഒന്ന് സ്പീച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറൊക്കെ അതേക്കുറിച്ച് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോഴുണ്ട്. ദൈവം തന്നതാ. എന്റെ യോഗ്യത കൊണ്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ മണ്ടനായിരുന്നു, ഇപ്പോഴുമാണെന്ന് 1000 വട്ടം ഞാൻ പറയും എന്റെ നാവ് കൊണ്ട്, പരസ്യമായി. അതിനെനിക്കൊരു മടിയുമില്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, മോനെ നീ കരയണ്ട, സമയമാകുമ്പോ ഞാനൊരു തുണ്ടുകടലാസ് തരാം, അതിൽ കാണുന്ന പേര് നീ കൂടെ വിളിച്ചോ, ബാക്കി ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആരാച്ച ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടാ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പറ്റിയ ഒരാള്? ആരാണ്? നീ മിണ്ടാണ്ടിരി, സമയമാകുമ്പോൾ ഞാൻ തുണ്ടുകടലാസ് തരാം. അവന് സമാധാനമായില്ല, അവനങ്ങോട്ട് പോയി. സമയമായപ്പോൾ ഞാനൊരു തുണ്ടുകടലാസ് കൊടുത്തു. അവൻ വിളിച്ചു നോക്കുമ്പോൾ അവന്റെ ചേട്ടന്റെ പേരാ. എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി നാണം കെടുത്താനാണോ എന്ന് ചോദിച്ചു. നീ വിളിക്കടാന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. ഞാൻ അവിടെ കയറി നിന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സാഹിത്യ നായകന്റെ സ്ഥാനത്ത് ഒരു പുരോഹിതൻ നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അസഹ്യത ഉളവാക്കിയേക്കാം. സാഹിത്യ സമ്മേളനത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ സാഹിത്യത്തിന്റെ സ്റ്റൈലൊക്കെ മാറും. ദൈവമക്കളെ, ഈ പടപടപ്പൻ സ്റ്റൈലല്ല, അപ്പോ കുറച്ചുകൂടി പക്വതയുള്ളൊരു സ്റ്റൈല്. ദൈവമക്കളെ, അനുവദിക്കപ്പെട്ട 1.5 മണിക്കൂറിലൊന്നും പ്രഭാഷണം തരുന്നില്ല. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വിഷയം വല്ലതും വേണോ? വിഷയം വേണ്ട, എന്തും പറയാലോ. ദൈവമക്കളെ, അപ്പം മഹാഭാരതവും രാമായണവും ഗീതയും ഖുർആനും ബൈബിളും ഒക്കെ കോട്ട് ചെയ്യപ്പെട്ടു. അതൊരു പ്രഭാഷണ പരമ്പരയായാലും അതങ്ങ് ഒഴുകിപ്പോയി. 2 മണിക്കൂറിൽ ഈ പ്രഭാഷണം അവസാനിപ്പിച്ച് ഞാൻ പുറകോട്ട് തിരിയുമ്പോൾ കരഘോഷങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. നിലയ്ക്കാതെ ജനം കൈയടിക്കുകയായിരുന്നു. തിരിഞ്ഞു ചെന്ന് ഞാൻ ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ എന്റെ പഴയ ഇംഗ്ലീഷ് അധ്യാപകൻ എന്റെ തൊട്ടടുത്ത കസേരയിൽ
ചാടി എഴുന്നേറ്റ് ഇദ്ദേഹം എന്നെ തൊഴുതു നിന്നിട്ട് പറഞ്ഞു, ഫാദർ, ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊന്നും എന്റെ ജീവിതത്തിൽ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. അത് ഒരു പുരോഹിതനിൽ നിന്ന് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു. ഫാദർ എവിടുത്തുകാരനാ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാ. ഈ നാട്ടുകാരനോ? ആരെ മനസ്സിലായില്ല? ഞാൻ ഈ മാത്യൂസിന്റെ ബ്രദറാ. അയ്യോ, മാത്യൂസിന്റെ ബ്രദറാണോ? അപ്പോ ഫാദറിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എവിടെയാ പഠിപ്പിച്ചത്, എന്നാ പഠിപ്പിച്ചത്? സാർ മറന്നതാണ്, ഞാൻ ഓർമ്മിപ്പിക്കാം. ഓർക്കുന്നുണ്ടോ? 8 സീല് ബോർഡിന്റെ കീഴിൽ നിർത്തി 39 കുട്ടികളെ കൊണ്ട് കഴുത എന്ന് വിളിപ്പിച്ചൊരു മണ്ടൻ പൗലോസിന് ഓർക്കുന്നുണ്ടോ സാർ? പൊടുപൊടേന്ന് കണ്ണുനീര് കണ്ണിൽ നിന്ന് പൊട്ടി ഒഴുകുമ്പോ ഈ അധ്യാപകൻ എന്റെ മുമ്പിൽ നിന്നു. അദ്ദേഹം എന്റെ മുമ്പിൽ മുട്ടുകുത്തി, പ്ലീസ് ഫാദർ, സോറി, എനിക്ക് ക്ഷമ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒപ്പം മുട്ടുകുത്തി എന്റെ മാഷിന്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞു, അധ്യാപകൻ, താങ്കൾ എന്റെ ഗുരുവാണ്, താങ്കൾ എന്റെ മുമ്പിൽ മുട്ടുകുത്തരുത്. ഇപ്പോൾ ഞാൻ അനുഗ്രഹം വാങ്ങാനാണ് നിന്നത്. വാവിട്ട് നിലവിളിച്ചു, എന്നെ കെട്ടിപ്പിടിച്ച്. ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം ചോദിച്ചു. ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദാറ്റ്സ് ഓൾ. ഹല്ലേലൂയ. മാണ്ടനെ മാണിക്യമാക്കുന്ന ഒരു ദൈവമുണ്ട് മക്കളെ. ഇന്ന് ഞാൻ രുചിച്ചറിഞ്ഞ ദൈവത്തെയാ പ്രസംഗിച്ചത്. നിങ്ങൾക്ക് വീണ്ടും ഒരു ബോധ്യം തരട്ടെ, ഈ ദൈവം അത്രമാത്രം ഉന്നതനാണ്. ഹല്ലേലൂയ. അവൻ ആർക്കും വേണ്ടാത്തവരെ തിരഞ്ഞെടുത്ത് നെഞ്ചിലേറ്റി അഡ്രസ് കൊടുക്കുന്ന ദൈവമാണ്. അവൻ കേട്ടപ്പെട്ടവരെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ്. മെരുക്കമില്ലാത്തതിനെ മെരുക്കിയെടുക്കുന്ന ദൈവമാണ്. അവൻ മണ്ടനെ മാണിക്യമാക്കുന്ന, ഹീനമൃഗത്തെ മാനമൃഗമാക്കുന്ന ഒരു ദൈവമാണ്. കർത്താവിനെ ചുമന്നുകൊണ്ടൊരു കഴുത 3 ദിവസമായി മുംബൈയിൽ വന്നിട്ട്. യെസ്, ഇന്ന് രാത്രി നിങ്ങളോട് പറയാനൊരു വാക്ക്. നിങ്ങൾ ഇന്ന് ഈ ആലയം വിട്ട് മടങ്ങുമ്പോ കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി മടങ്ങണം. വേറൊന്നും ഗുണം ചെയ്യില്ല. ശിരസ്സൊന്ന് കുനിച്ചു കൊടുക്കാമോ? ഓ ഗോഡ്, നീ എന്റെ മേലൊന്ന് വാഹനമേറണം. ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു കഴുതയാ. നീ എന്റെ മേൽ വാഹനമേറിയാൽ എനിക്ക് മാനമുണ്ടാകും. ആരാണെന്ന് സ്വന്തം ചുമൽ കർത്താവിന് കുനിച്ചു കൊടുക്കുക. കർത്താവിനെ ചുമന്നുകൊണ്ട് മടങ്ങിപ്പോകാൻ നിങ്ങൾക്ക് മനസ്സാകുമെങ്കിൽ ഈ വരവ്, ഈ ശുശ്രൂഷ, ഈ 3 ദിവസത്തെ വ്യയം അത് പൂർണ്ണതയുള്ളതായി മാറും. ദൈവം നിങ്ങളെ തക്കവണ്ണം അനുഗ്രഹിക്കും.